യുവനടൻ ആസിഫ് അലിയെ പൊതുവേദിയിൽ അപമാനിച്ച് സംഗീതജ്ഞൻ രമേശ് നാരായൺ. ആസിഫ് അലിയുടെ കയ്യിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങാൻ തയ്യാറാവാതെ വേദിയിൽ നിന്നും മടക്കി അയക്കുകയായിരുന്നു. പകരം സംവിധായകൻ ജയരാജിനെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി പുരസ്കാരം അദ്ദേഹത്തിൽ നിന്ന് വാങ്ങി. MTയുടെ ജന്മദിനത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് സാംസ്കാരിക കേരളത്തിന് അപമാനമായ സംഭവം നടന്നത്. വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായൺ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായൺ. MTയുടെ കഥകളെ ആസ്പദമാക്കിയുള്ള ആന്തോളജി ചലച്ചിത്രത്തിന്റെ പിന്നണി പ്രവർത്തകരെ ആദരിക്കുന്നതായിരുന്നു ചടങ്ങ്. പ്രൗഢഗംഭീരമായിരുന്നു വേദിയും സദസ്സും. മമ്മൂട്ടി, മോഹൻലാൽ, MT തുടങ്ങി പ്രമുഖരുടെ സാന്നിധ്യം. ചിത്രത്തിന് സംഗീതം നൽകിയ പ്രശസ്ത സംഗീതജ്ഞൻ രമേശ് നാരായൺ ഉപഹാരം നൽകാൻ ക്ഷണിച്ചത് യുവനടൻ ആസിഫ് അലിയെ. സംഘാടകരുടെ അഭ്യർത്ഥന പ്രകാരം രമേശ് നാരായണനും ആസിഫ് അലിയും വേദിയിലേക്ക് എത്തുന്നു. ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് ഉപഹാരം അലക്ഷ്യമായി വാങ്ങി രമേശ് നാരായണൻ നീരസം പ്രകടിപ്പിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഒരു താല്പര്യവുമില്ലാത്തവണ്ണം ആസിഫിന്റെ മുഖത്തുപോലും നോക്കാതെയാണ് രമേശ് പുരസ്കാരം വാങ്ങുന്നത്. രമേശ് ആസിഫിന് ഹസ്തദാനവും നൽകുന്നില്ല. വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായൺ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തു. പിന്നാലെ സദസ്സിലുണ്ടായിരുന്ന സംവിധായകൻ ജയരാജിനെ രമേശ് നാരായണൻ തന്നെ വേദിയിലേക്ക് വിളിച്ച് ആ പുരസ്കാരം അദ്ദേഹത്തിന്റെ കയ്യിൽ നൽകിയ ശേഷം ഏറ്റുവാങ്ങുന്നത് കാണാം. അമ്പരപ്പോടെയാണ് സംവിധായകൻ ജയരാജ് രമേശിന്റെ താല്പര്യത്തിന് വഴങ്ങുന്നത്. സദസ്സിന് നേരെ തിരിഞ്ഞു നിന്ന് ഔദ്യോഗികമായ രീതിയിൽ തന്നെ ചടങ്ങ് നടന്നു. ഇരുവരും ഹസ്തദാനം നടത്തി ആലിംഗനം ചെയ്യുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഈ സമയം അപമാനിതനായ ആസിഫ് അലി വേദി വിടുന്നതും കാണാം. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വലിയ വിമർശനമാണ് രമേശ് നാരായണന്റെ നടപടിക്ക് നേരെ ഉയരുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.